സഹോദരനായിട്ടുള്ള ബാലിയെ വധിച്ച് തന്റെ ഭാര്യയായിട്ടുള്ള രുമയെ തിരികെ ഏൽപ്പിക്കാമെന്നും ശ്രീരാമദേവന് സീതാദേവിയെ അന്വേഷിക്കാൻ സഹായിക്കാമെന്ന് സുഗ്രീവനും തമ്മിൽ സഖ്യം ചെയ്തു. ശ്രീരാമദേവന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് പോര് വിളിക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയെ പോരിന് വിളിച്ചു. ബാലിക്ക് അതീവ ദേഷ്യം വന്നു. ബാലി വേഗം ഇറങ്ങി ചെന്ന് സുഗ്രീവന്റെ കൂടെ യുദ്ധം ചെയ്തു. അങ്ങനെ ഇവർ തമ്മിലിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് അവസാനം സുഗ്രീവന് ക്ഷീണം വന്നു തുടങ്ങി. സുഗ്രീവൻ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇനി യുദ്ധക്കളത്തിൽ നിൽക്കാൻ പറ്റില്ല, ഇനി ബാലി തന്നെ വധിക്കും എന്ന് ഉറപ്പ് വന്നതോടുകൂടി സുഗ്രീവൻ ആ യുദ്ധക്കളത്തിൽ നിന്ന് ഓടി മാറി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഓടി ശ്രീരാമദേവന്റെ അടുത്തെത്തും. അങ്ങനെ ശ്രീരാമദേവനോട് ചോദിക്കും, എന്തിനാണ് അങ്ങ് എന്നെ യുദ്ധത്തിന് വിട്ടത്? അങ്ങ് വധിക്കാനാണെങ്കിൽ എന്നെ അങ്ങക്ക് വധിക്കാമായിരുന്നല്ലോ, എന്തിനാണ് ബാലിയുടെ അടുത്തേക്ക് എന്നെ വിട്ടതെന്ന് സുഗ്രീവൻ ശ്രീരാമദേവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു, ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ശ്രീരാമദേവൻ മറുപടിയായി പറയും, അതായത് ഈ ബാലിക്കും സുഗ്രീവനും കാണാൻ ഒരേപോലെയാണ്. ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുഗ്രീവൻ ആരാണ് ബാലി ആരാണെന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാതെ പോലും ശ്രീരാമദേവന്റെ ബാണം സുഗ്രീവൻ ഏൽക്കരുതെന്ന് തോന്നിയത് കൊണ്ടാണ് ശ്രീരാമദേവൻ അമ്പ് ചെയ്യാതിരുന്നത് എന്ന് ശ്രീരാമദേവൻ സുഗ്രീവനോട് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ട് സുഗ്രീവന് കുറച്ച് സമാധാനാവും. ശ്രീരാമദേവൻ ലക്ഷ്മണനോട് പറയാണ് സുഗ്രീവന് ഒരു മാല ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ലക്ഷ്മണൻ ഗജപുഷ്പം കൊണ്ട് ഒരു മാല സുഗ്രീവൻ ഉണ്ടാക്കി സുഗ്രീവനോട് അണിയിക്കും. ശ്രീരാമദേവന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും സുഗ്രീവൻ ബാലിയോട് യുദ്ധത്തിനായി പോകും. അവിടെ എത്തി, കൊട്ടാരത്തിന് മുന്നിലെത്തി ഇങ്ങനെ വിളിച്ചു പറയാണ്, ഭാര്യയോട് ദേഷ്യത്തിന് ഇങ്ങനെ പറയാണ്, ഇറങ്ങി വരാൻ പറയാണ്. അങ്ങനെ യുദ്ധത്തിന് പോരിന് വിളിക്കുകയാണ് സുഗ്രീവൻ. അപ്പൊ ഇത് കേട്ടതോടുകൂടി ബാലിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, എന്താണ് സുഗ്രീവന് പറ്റിയത്? കാരണം ഒരു പ്രാവശ്യം തോൽപ്പിച്ചു വിട്ട് ഓടിപ്പോയതാണ്, ഓടി രക്ഷപ്പെട്ടതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വീണ്ടും വരണത്? എങ്ങനെയാണ് സുഗ്രീവൻ ഇങ്ങനെ ധൈര്യം കിട്ടുന്നത്? എവിടെ നിന്നാണ്? അങ്ങനെയൊക്കെ ഇങ്ങനെ ബാലിക്ക് തോന്നുന്നുണ്ടെങ്കിലും നമുക്കറിയാം ബാലിക്ക് സുഗ്രീവനോട് അടങ്ങാത്ത പകയാണ്. അപ്പൊ ആ ഒരു ദേഷ്യത്തിന്റെ പുറകെ ബാലി പോയി അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി പോകുമ്പോ ബാലിയുടെ ഭാര്യയായിട്ടുള്ള താര ബാലിയെ തടയുകയാണ്. അതായത് തങ്ങളുടെ മകനായിട്ടുള്ള അങ്കദൻ, ബാലിയുടെയും താരയുടെയും മകന്റെ പേര് അങ്കദൻ എന്നാണ്. അങ്കദൻ നായാട്ടിന് പോയ സമയത്ത് അവിടെ വെച്ചൊരു കാര്യം കേട്ടു. അതായത് ശ്രീരാമദേവൻ, മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമദേവൻ സുഗ്രീവനുമായി സഖ്യം ചേർന്നിട്ടുണ്ട്. അതിൽ ശ്രീരാമദേവന് സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് സുഗ്രീവന് ബാലിയെ വധിച്ചു കൊടുക്കാമെന്ന് ശ്രീരാമനും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്കദൻ അറിഞ്ഞത് താരയോട് പറഞ്ഞത് താര ബാലിയോട് പറഞ്ഞു. ബാലി സ്നേഹപൂർവ്വം തന്റെ ഭാര്യയോട് പറഞ്ഞു, അവയുടെ വെറും പേടികളാണ് ഇത്, അങ്ങനെ ബാലിക്ക് ഒരിക്കലും തോൽക്കലില്ല, ബാലി എപ്പോഴും അജയ്യനായിരിക്കും, ബാലി ഒരിക്കലും മരിക്കില്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട് ബാലി വലിയൊരു മഹാവിഷ്ണു ഭക്തനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ശ്രീരാമദേവൻ മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും എനിക്ക് ദ്രോഹം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് താരയെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ബാലി യുദ്ധത്തിന് പോകുന്നത്. അതുപോലെ തന്നെ ബാലി പറയുന്നു, അതായത് ഒരാള് ഇപ്പൊ എന്താണെങ്കിലും ഒരാള് വന്ന് യുദ്ധത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ പേടിച്ച് കൊട്ടാരത്തിലിരിക്കുന്നത് ഭീരുത്വമാണ്, തനിക്കത് ചേർന്നതല്ല എന്ന് പറഞ്ഞ് ബാലി താരെ ആശ്വസിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങാണ്. യുദ്ധകളത്തിൽ വെച്ച് സുഗ്രീവനും ബാലിയും കണ്ടുമുട്ടുന്നു. അവർ യുദ്ധം തുടങ്ങി. അതിഘോരമായ ഒരു യുദ്ധം തന്നെ അവിടെ നടക്കുകയാണ്. രണ്ടുപേരും തുല്യ ശക്തികളാണ്. രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെയും രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെയായിരുന്നു അവരുടെ യുദ്ധം. അങ്ങനെ അവരുടെ യുദ്ധം കണ്ടു നിന്നവരൊക്കെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്കറിയാം ഈ ബാലിക്ക് പണ്ടൊരിക്കലും ഒരു വരം കിട്ടിയിട്ടുണ്ട്, ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. അവരെന്തായിരുന്നു? ബാലിയുടെ നേരെ യുദ്ധം ചെയ്യുന്ന ശത്രുവിന്റെ പകുതി ശക്തി, പകുതി ബലം ബാലിക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ശ്രീരാമദേവന് നേരിട്ട് ബാലിയോട് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സുഗ്രീവനാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ യുദ്ധം കുറെ നേരം നീണ്ടുപോയി. അങ്ങനെ ആ സമയത്ത് സുഗ്രീവന് പതുക്കെ ക്ഷീണം തോന്നി തുടങ്ങി.
അങ്ങനെ സുഗ്രീവൻ തോൽക്കാൻ പോവുകയാണ്, ബാലി ജയിക്കാൻ പോവുകയാണ്. സുഗ്രീവൻ ഇനി ആ യുദ്ധകളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതോടെ സുഗ്രീവൻ ശ്രീരാമദേവനെ ഒന്ന് നോക്കും. അപ്പൊ ശ്രീരാമദേവന് കാര്യം മനസ്സിലാവും. ഉടനെ തന്നെ ശ്രീരാമദേവൻ വില്ലെടുത്ത് മാഹേന്ദ്രാസ്ത്രം ബാലിക്ക് നേരെ പ്രയോഗിക്കുകയാണ്. അസ്ത്രമേറ്റ ബാലി അങ്ങനെ ഒരു പർവ്വതം വീണ പോലെ ബാലി നിലത്ത് വീഴുന്നു. അങ്ങനെ വീണതിന് ശേഷം ബാലി ഇങ്ങനെ ശ്രീരാമദേവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ദേഷ്യത്തോടെ ഭയങ്കര വിഷമവും ഭയങ്കര സംശയത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങനെ അമ്പെയ്തത്? എന്തിനാണ് സുഗ്രീവനായി സഖ്യം ചേർന്നത്? ഞാനായി സഖ്യം ചേർന്നാൽ പോരെയുന്നില്ലേ? എനിക്കല്ലേ കൂടുതൽ ശക്തി, സുഗ്രീവനെക്കാട്ടിലും കൂടുതൽ വാനരപ്പടയും സേനയും ഒക്കെ ഉള്ളത് എനിക്കല്ലേ? അത് മാത്രമല്ല, ഈ ബാലി സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ ഒരു പ്രാവശ്യം തോൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ എളുപ്പമായി ബാലിക്ക് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു രാവണനെ തോൽപ്പിക്കുക എന്നുള്ളതും. സുഗ്രീവനായിട്ട് എന്തിനാ സഖ്യം ചേർന്നത് എന്നൊക്കെ ചോദിച്ച് ബാലി ഇങ്ങനെ പരാമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമനുമായി. അപ്പൊ ഈ ബാലിയുടെ ഈ ഒരു വിഷമങ്ങളും വാദങ്ങളൊക്കെ കേട്ട് ശ്രീരാമദേവൻ ബാലിക്ക് മറുപടിയായി ബാലി ചെയ്ത ഓരോ അധർമ്മങ്ങളെയും എടുത്തെടുത്ത് പറയാണ്. അതായത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് സ്വന്തം അനിയനെ നാട് കടത്തി അനിയന്റെ ഭാര്യയായിട്ടുള്ള രുമ, സുഗ്രീവന്റെ ഭാര്യയായിട്ടുള്ള രുമയെ സ്വന്തം ഭാര്യയാക്കി വെച്ചത്. അപ്പൊ അതൊരിക്കലും ഒരു യോദ്ധാവിന് ചേർന്ന ഒരു ധർമ്മമല്ല, അത് അധർമ്മമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രീരാമദേവൻ വ്യക്തമായി ബാലിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ബാലിക്ക് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലായി. ബാലിക്ക് ഭയങ്കര വിഷമം കൊണ്ട് ബാലി ക്ഷമാപണം നടത്തുകയാണ്. ആ ക്ഷമാപണമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ബാലി ഇങ്ങനെ പറയും, അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവാക്കാം, അതുപോലെ തന്നെ തങ്ങളുടെ മകനായിട്ടുള്ള അംഗദനെ യുവരാജാവായി നിയമിക്കാൻ. അപ്പൊ അവസാനം ആഗ്രഹമാണ്, അപ്പം അതൊക്കെ ചെയ്തു കൊടുക്കാന്നൊക്കെ പറയും. അങ്ങനെ ബാലി തന്റെ ദേഹം വെടിഞ്ഞ് പരലോകം പ്രാപിക്കുകയാണ്. അപ്പോ ഈ ഒരു കഥ, ഈ ഒരു ഭാഗമാണ് ഇവിടുന്ന് സംസ്കൃതം നാടകത്തിന്, കലോത്സവത്തിന് ഇപ്പൊ കുറച്ച് വർഷങ്ങളായി കൊണ്ടുപോകുന്നത്. എന്നാൽ എന്റെ വിധി എഴുതപ്പെട്ട കഥാപാത്രം രാവണനായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതും എപ്പോഴും ഓർമ്മ ഉണ്ടാവണ ഒരു ഭാഗമാണ് ബാലിയും താരയും തമ്മിലുള്ള ഒരു സംഭാഷണം. അതായത് ബാലി സുഗ്രീവനെ വധിക്കാൻ പോകുമ്പോ താര ബാലിയെ തടയുന്ന സമയത്തുണ്ടാവണം അവർ തമ്മിലുള്ള സംഭാഷണം. അതിങ്ങനെയായിരുന്നു: താരെ വിപുംസവസ്ത്രം മനിന്ദിതാംഗി പ്രശസ്ത്രവക്ത്ര നയനെ ഹിമസി പ്രവൃത്ത സുഗ്രീവ മധ്യ സമരെ വിനിപാദ്യമാണ് തം പശ്യ ക്ഷോണിത പരിപ്ലുത സർവഗാത്രം. കഥയിലേക്ക് വരാം. ബാലിയുടെ വിയോഗ വാർത്ത അറിഞ്ഞിട്ട് താര വിയോഗ വാർത്ത അറിയും, ബാലി ഇങ്ങനെ മരിച്ചു എന്നൊക്കെ അറിയും. അങ്ങനെ താര വിലപിച്ചുകൊണ്ട്, താര ഭയങ്കര ദുഃഖിതയായി ബാലിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. താര ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ഞാൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ബാലി ഇല്ലാത്ത ഒരു ലോകം എനിക്ക് വേണ്ട. അതുപോലെ തന്നെ ശ്രീരാമദേവനോട് ഇങ്ങനെ ആവശ്യപ്പെടും, ഇങ്ങനെ ബാലിയെ വധിച്ച അതേ അസ്ത്രം കൊണ്ട് തന്നെയും വധിക്കാൻ പറയും. ഭയങ്കര വിഷമിച്ചിട്ടാണ് താര ഇതൊക്കെ പറയണത്. ശ്രീരാമദേവൻ താരയോട് പറയും, താരയ്ക്ക് ഉപദേശം നൽകുകയാണ്. അതായത് ശരീരം എന്ന് പറയുന്നത് നശ്വരമാണെന്നും ആത്മാവ് മാത്രമാണ് അനശ്വരം എന്നുള്ളതും അങ്ങനെ ഉപദേശമൊക്കെ നൽകും. അതാണ് പിന്നീട് രാമായണത്തിൽ താരോപദേശം എന്ന പേരിൽ വളരെ പ്രസക്തി ആർജിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ ഇങ്ങനെ താരക്കെല്ലാം മനസ്സിലാവുമല്ലോ. അപ്പൊ താരയുടെ ആ ഒരു ദുഃഖാവസ്ഥയിൽ നിന്നും താര വിമുക്തയാകും. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സുഗ്രീവനും ഇങ്ങനെ വിഷമായി തുടങ്ങും. സുഗ്രീവനും ഇങ്ങനെ ദുഃഖത്തിലേക്ക് ആണ്ടുപോകും. കാരണം എന്തൊക്കെയാണെങ്കിലും സുഗ്രീവന്റെ സ്വന്തം ജ്യേഷ്ഠനാണ് ബാലി. അപ്പൊ അതുകൊണ്ട് ബാലിയെ വധിച്ചത് ഒരു അനീതിയായി, തനിക്ക് ചേർന്നതായിരുന്നില്ല, അതൊരു അധർമ്മമായി എന്നെല്ലാം സുഗ്രീവന് തോന്നി തുടങ്ങുമ്പോൾ ശ്രീരാമദേവനാണ് സുഗ്രീവനോട് പറയുന്നത്. സുഗ്രീവനെ സമാശ്വാസിപ്പിക്കും. എന്നിട്ട് ശ്രീരാമദേവൻ പറയും, അതായത് ഇനി താമസിപ്പിക്കണ്ട, കിഷ്കിന്ധയിൽ ഇപ്പൊ രാജാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സുഗ്രീവനെ അവിടുത്തെ രാജാവായും അതുപോലെ അംഗദനെ യുവരാജാവായും നിയമിക്കണമെന്ന് ലക്ഷ്മണന് നിർദ്ദേശം കൊടുക്കും. അങ്ങനെ നിർദ്ദേശം കൊടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ സുഗ്രീവനെ അവിടുത്തെ കിഷ്കിന്ധയിലെ രാജാവായും അംഗദനെ യുവരാജാവായും നിയമിച്ചു. രാമായണത്തിലെ ഈ ഒരു കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ രാമന്റെ സത്യവും ധർമ്മവും, അതുപോലെ സീതയുടെ ധൈര്യവും ആത്മാഭിമാനവും, ലക്ഷ്മണന്റെ സ്നേഹവും,
വിശ്വസ്തതയും, അതുപോലെ സുഗ്രീവന്റെ സൗഹൃദ ബന്ധങ്ങളും, ബാലിയുടെ ശക്തിക്കൊപ്പം നീതിയും വേണം എന്നുള്ള കാര്യവും, അതുപോലെ താരയുടെ വിവേകവും ഉപദേശങ്ങളും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനാണ് നമ്മളിവിടെ രാമായണ കഥകൾ കേൾക്കുന്നത്. ബാക്കി കഥ പിന്നെ ദിവസങ്ങളിൽ കേൾക്കാം. നന്ദി.